അപ്പോൾ ഗായ്സ് ഇന്നൊരു സൺഡേ മിനി വ്ളോഗാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ തലേ ദിവസം തന്നെ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. നാളെ സൺഡേ ആണല്ലോ, അപ്പോൾ എവിടേക്കെങ്കിലും പോകണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ നിന്നത്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ പ്ലാൻ ആകെ മാറി. കാക്കയും ഡ്രൈവ് ചെയ്യാനാകുള്ളത് ഓനിക്ക് പനിയാണ് പറഞ്ഞു, പിന്നെ മഴയും. അപ്പോൾ പിന്നെ ഞങ്ങളെ പ്ലാന് സ്റ്റോപ്പാക്കി. അപ്പോൾ നമുക്ക് നിന്ന് സൺഡേ അല്ലേ, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞാൽ ബിരിയാണിയും സാലഡും അച്ചാറൊക്കെ കൂട്ടി ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും പുറത്തിറങ്ങാമെന്നുള്ള പ്ലാൻ വന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ മഞ്ചേരി വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കോഴിക്കോട് വിട്ടാലോ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് പോകാമെന്ന് കരുതി. അപ്പോൾ അടുത്ത പ്ലാൻ കോഴിക്കോട് നമ്മൾ എവിടെ പോകും, എപ്പോഴും നമ്മൾ കോഴിക്കോട് ബീച്ചിൽ തന്നെ അല്ലേ പോലെ, അപ്പം അതല്ലാതെ എവിടെ പോകും എന്നുള്ളൊരു പ്ലാൻ വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതിന്ന ചാലിയം ബീച്ച് ഉണ്ടല്ലോ, അത് അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ട് അവിടേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെ നമ്മൾ പോണ വഴി നമ്മൾ ഈ ബോട്ട് ചെട്ടിയൊക്കെ കണ്ടിട്ടാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ഇതുവരെ ആരും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സൺഡേ അല്ലേ, അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു, വൈകുന്നേരം സൺഡേ. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയി. അവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പുറത്ത് നമുക്ക് ബേപ്പൂര് ബീച്ച് കാണാമായിരുന്നു കേട്ടോ അപ്പുറത്ത്. അപ്പോൾ അതും ഇതും ഇക്കരായിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ആ വ്യൂവും മൊത്തത്തിലുള്ള വ്യൂവും ബോട്ടൊക്കെ പോണതും പിന്നെ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ഭംഗി. ഒരു ഇൻ്റർലോക്ക് ഇട്ടൊരു ഏരിയയൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് നല്ല കടകളും കാടമുട്ടതും എല്ലാ ഐറ്റംസും കിട്ടും നമുക്ക്. അങ്ങനെ അടിപൊളി കടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കുറച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ അവിടെ കുറച്ച് നടക്കാനുണ്ട്, ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ഒക്കെ നടന്നു. അപ്പോൾ ഒരു ഏട്ടനെ കണ്ടിട്ട് സൈക്കിളുമ്പോൾ ഒരു പഴയ നെസ്റ്റു, നമ്മളൊരു പഴയ കാല നെസ്റ്റു പോലെ നമുക്ക് ഇങ്ങനെ തോന്നുന്നു. ഒരു ഏട്ടനെ കാറ്റാടി പോലത്തെ കാറ്റാടിയും ഒക്കെ ഈ സൈക്കിളുമ്പോൾ കെട്ടിയിട്ട് അയാൾ അങ്ങനെ പോകണ്ട. അയാൾ ഞങ്ങൾക്ക് ചാറ്റൊക്കെ കാണിച്ചു തന്നു വീഡിയോ എടുക്കുക കണ്ടിട്ട്. പിന്നെ നമ്മളവിടെ കൂടി കുറച്ചും കൂടി ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോട്ടിങ്ങിന് ഇറങ്ങിയാലോ എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ബോട്ടിങ്ങിന് അവിടെ ഒരാൾക്ക് 200 രൂപ ആണ്. അപ്പോൾ ഞങ്ങൾ 5 ആളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5 പേരും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് ഇറങ്ങി. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സ്പീഡ് ബോട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് പിന്നെ കുറച്ചുകൂടെ എത്തിയിട്ട് കായലിൽ നിന്ന് കടലിലേക്ക് എത്തിയിട്ട് കുറച്ചുകൂടെ അവിടെ നമുക്ക് നിർത്തിയിട്ടെന്ന് നമ്മൾ കടലിൻ്റെ തിരൻ്റെ അപ്പം നമ്മളിങ്ങനെ മുകളിലേക്ക് അടിക്കും പോയിക്കൊണ്ടിരിക്കുന്നു. കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ കുട്ടി, അവളൊക്കെ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിക്കാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരാം. അപ്പോൾ താങ്ക് യു.